ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. 14:26 യോഹന്നാന്റെ സുവിശേഷത്തില് ഞാൻ പഠിപ്പിച്ചുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം PSC നേഴ്സിങ്ങിൻ്റെ ടെസ്റ്റ് ക്വാളിഫർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചോ? അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പം പല നേഴ്സുമാർക്കും PSC പരീക്ഷ എഴുതാൻ ഒത്തില്ലല്ല. എന്താ എഴുതാൻ ഒക്കാതെ വന്നത്? അവർക്ക് ഡേറ്റ് ഓർത്തില്ല. അതാണ് PSCയുടെ ക്വാളിഫർ ചെയ്ത ഡേറ്റ്, ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ഓർത്തില്ല. ചെയ്യാമെന്ന് പറഞ്ഞാൽ മറന്നുപോയി. ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആര് റിജക്റ്റഡ് ആവും. ഇത് തന്നെ പരിശുദ്ധാത്മാവിന് സംഭവിക്കണത്. ഒരു കാര്യങ്ങളും മറന്നു പോയാൽ എല്ലാം തീർന്നു ഇല്ലേ? അപ്പം അത് ഓർപ്പിക്കണതൊരു ഭയങ്കര സീരിയസ് വിഷയമാണ്. അതാണ് 14:26 ഈശോ കൃത്യമായിട്ട് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിച്ചിട്ടുള്ള അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും. കൈ നെറ്റിച്ച് വെച്ച് പ്രാർത്ഥിച്ച് നല്ലവണ്ണം പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ ഞാൻ നടക്കേണ്ട വഴികളും ചെയ്യേണ്ട കാര്യങ്ങളും പ്രാർത്ഥനയുടെ സമയങ്ങളും ആത്മാവിന്റെ നിറവിൽ എന്നെ അനുസ്മരിപ്പിക്കണം. പരിശുദ്ധാത്മാവേ ഓർമ്മശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 മഹത്വം മഹത്വം പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. എന്ത് ചെയ്യുമ്പോഴും സ്നേഹത്തോടെ ചെയ്യണം. പിടിയോ? ഇപ്പം നമ്മൾ ഉടമ്പടിയിലിരിക്കുന്നവരല്ലേ? അപ്പം ദൈവമായിട്ട് നമ്മൾ ഉടമ്പടിയിരിക്കുന്നവരാണ്. അപ്പം നമ്മളെന്നാ ചെയ്യണത്? എന്നാ ചെയ്താലും ഒരു കയ്യാല കെട്ടിയാലും ശരി, അവിടെ എല്ലാം ദൈവത്തെ ഓർക്കണം. സ്നേഹത്തോടെ ചെയ്യണം. ഒരു പരീക്ഷ എഴുതിയാലും പഠിച്ചാലും അതും ദൈവത്തെ അനുസ്മരിച്ചുകൊണ്ട് സ്നേഹത്തോടെ ചെയ്യണം. ഈ വിശുദ്ധ വസ്ത്രങ്ങളൊക്കെ വൈദികർ അണിയുമ്പോൾ എന്നാ ചെയ്യണമെന്ന് അറിയാവോ? വസ്ത്രത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് സമർപ്പിച്ചിട്ടൊരു കുരിശൊക്കെ ഇട്ടിട്ടാണ് ആ പ്രാർത്ഥന ഉടുപ്പെടുത്തിയിടുന്നത്. എല്ലാ സഭകളിലും ഉണ്ട് ആ പാരമ്പര്യം. വർഷങ്ങളായിട്ട് 2000 കൊല്ലം നിലനിൽക്കുന്ന പാരമ്പര്യമാണ് അതൊക്കെ. അതുപോലെ തന്നെയാണ് വിശുദ്ധ വസ്ത്രം മാത്രമല്ല, എന്തും ചെയ്യുമ്പോൾ നിങ്ങൾ സാരി എടുത്ത് ഉടുത്താലും ഷർട്ട് എടുത്തിട്ടാലും ഒക്കെ ഒരു ഓർമ്മ. എൻ്റെ മക്കളെ, അങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വിവരം മാറും. കാര്യം ദൈവത്തിന് ആളപ്പിടി കിട്ടും. എൻ്റെ മകളാണെന്ന് തോന്നും, എൻ്റെ മകനാണെന്ന് തോന്നും.
കാര്യം എന്താണ്? എന്ത് വേദം ചോദിച്ചും പറഞ്ഞും സമർപ്പിച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലെവലങ്ങോട്ട് മാറിപ്പോകും. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ അങ്ങയുടെ മകൻ അങ്ങയുടെ മകൾ എന്ന രീതിയില് ആത്മബന്ധത്തോടെ അങ്ങേ അനുസ്മരിച്ചുകൊണ്ട് അങ്ങേ സമർപ്പിച്ചുകൊണ്ട് എല്ലാം ചെയ്യാൻ എനിക്ക് പ്രത്യേക കൃപ തരണം. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 മഹത്വം മഹത്വം സ്തുതിക്കുന്നു കർത്താവേ സ്തുതിക്കുന്നു വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. സുവിശേഷത്തിൽ എല്ലാം സ്നേഹത്തോടെ ചെയ്ത ഒരാളിൻ്റെ പേരെന്താണെന്നറിയാമോ? മാർത്ത. എല്ലാം സ്നേഹത്തോടെ ചെയ്ത ആളാ. ഭയങ്കര നിങ്ങൾക്കറിയാമോ, കർത്താവ് ആരെങ്കിലും വഴക്കിടുന്നുണ്ടെങ്കിൽ ഓർക്കുക അയാൾ നോട്ടപ്പുള്ളിയാണെന്ന്. അതേ ആൾക്കാരൊന്നും കർത്താവ് വഴക്കിട്ടിട്ടില്ല. മാർത്താനെ വഴക്കിട്ടു, പിന്നെ പത്രോസിനെ വഴക്കിട്ടു. ഇവരിലൊക്കെ എന്തോ നിധിയിരിപ്പുണ്ട്. അത് കർത്താവിന് നല്ല ശരിക്കറിയാം. നിധിയിരിക്കുന്നവനെ കർത്താവ് എപ്പോഴും ശാസിച്ചുകൊണ്ടിരിക്കും. മാർത്തായോട് എന്താ പറഞ്ഞത്? നീ ആദ്യം വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, മര്യാദക്ക് ചെയ്യാനുള്ള ചെയ്തിരിക്കണ വന്നിരുന്നാൽ മതി എന്ന് പറയും. മാർത്തായുടെ പ്രശ്നം എന്താണെന്ന്? കർത്താവേ, ഇപ്പം ലുക്കാൻ്റെ സുവിശേഷമല്ലേ, വിശുദ്ധ ലൂക്ക 10:38 എന്താ പറയണേ? ബഥനിയിൽ കർത്താവ് വിരുന്ന് വന്നപ്പോൾ മാർത്ത അവനെ പരിചരിച്ചു. മറിയം പദാന്തികത്തിൽ ഇരുന്നു. മാർത്തയ്ക്ക് സങ്കടം വന്നു. പരിചരണ വിഷയത്തിൽ എന്നെ തനിയെ വിട്ടിരിക്കുന്നതിനെക്കുറിച്ച് നിനക്ക് ചിന്തയില്ല, അവളോട് എന്നെ സഹായിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, മാർത്ത, നീ പല കാര്യങ്ങളെ ഓർത്ത് ചുമ്മാ ഉത്കണ്ഠ കുറയായിരിക്കുന്നു. ആവശ്യമായത് ഒന്നേ ഉള്ളു, അത് അവൾ തിരഞ്ഞെടുത്തു. അതിൻ്റെ പേരിൽ നിന്ന് അവളിൽ നിന്നത് മാറ്റപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തോന്നി മാർത്ത വഴക്ക് കേട്ടല്ലോ, മറിയം ചെയ്തതല്ലേ നല്ലതെന്ന്. ദൈവം എന്ത് പറഞ്ഞു എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. പക്ഷേ പലപ്പോഴും വരുന്ന വിഷയം, നമ്മൾ ഈ സുവിശേഷം അങ്ങോട്ട് വായിച്ച് കഴിയുമ്പോൾ ഒരു വിഷയം ഉണ്ടായപ്പോഴും മാർത്ത എന്ത് നിലപാടെടുത്തെന്ന് യോഹന്നാൻ 11:27 എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ 11:27 11:20 എന്താ കാര്യം എന്നറിയാമോ? ലാസർ മരിച്ച ദിവസമില്ലേ, ഇവിടെ ആങ്ങളയായിരുന്നല്ലോ, മാർത്തായുടെയും മറിയത്തിൻ്റെയും ആങ്ങളയാണ് ലാസർ. അപ്പനില്ലാത്ത കുടുംബമാണ്. ആങ്ങളെ മരിച്ച അപ്പം മരിച്ച പോലെയായി, ആരും ഇല്ല, അനാഥമായ കുടുംബം. അപ്പം കുടുംബം അനാഥമാകുന്നൊരവസ്ഥ വന്നപ്പോഴേ കർത്താവിനെ അവർ നൊമ്പരത്തോടെ അറിയിച്ചു, കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പക്ഷേ വലിയ ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. മരിച്ച 4-ാം ദിവസം ഈശോ വരുമ്പോൾ ആണ് യോഹന്നാൻ 11:20 പറയണത്. എന്താണ്? യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ മാർത്ത എഴുന്നേറ്റ് പോയി. അതാണ് സംഭവം. പക്ഷേ അത്രമേ പറഞ്ഞുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആ 11:20 യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത എഴുന്നേറ്റ് പോയി. ആരെ കാണാൻ? യേശുവിനെ സ്വീകരിക്കാൻ. പക്ഷെ വേറൊരു വചനമുണ്ട് അവിടെ അതിൻ്റെ കൂടെ. എന്താണ്? മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അതാണ് മറിയത്തിന് പറ്റിയ അബദ്ധം. സങ്കടം സംഭവിച്ചു, പരീക്ഷയെ തോറ്റു, ബാങ്കുകാരൻ ലോൺ തരത്തില്ലെന്ന് പറഞ്ഞു, ഡോക്ടർ ഓപ്പറേഷൻ തന്നെ വേണമെന്ന് പറഞ്ഞു,
അങ്ങനെ കുടുംബത്തിന് സങ്കടമായി. അപ്പം ഇപ്പോഴെന്താ അതിനേക്കാൾ അപ്പുറത്ത് ആങ്ങളെ മരിച്ചിരിക്കുക. അടക്കിയ ദിവസം പോലും ഈശോ വന്നില്ല. ഈശോ വരാൻ താമസിച്ചു. പക്ഷേ എങ്കിലും വന്ന് വൈകിപ്പോയിട്ട് പോലും ഈശോ വന്നെന്നപ്പ് കേട്ടപ്പോഴേ മാർത്ത എഴുന്നേറ്റ് പോയി. അടുക്കളക്കാരത്തി എഴുന്നേറ്റ് പോയി. പണ്ട് വചനം കേട്ട കക്ഷി അതാണ് യോഹന്നാൻ 11:20. അവിടെ തന്നെ ഇരുന്നു. പക്ഷെ അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഭയങ്കര കുഴപ്പമായിപ്പോയി. എന്താ കാര്യം? പിന്നീട് ഈശോ സംസാരിക്കണമെല്ലാം ആരോടാ? മാർത്തായോടാണ്. മാർത്ത ഈ സങ്കടകരമായ അവസ്ഥയിലും വിശ്വാസം പ്രഖ്യാപിക്കണ കേൾക്കാം. എന്താ പറയണത്? കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. എങ്കിലും അങ്ങ് ദൈവത്തോട് ചോദിക്കണത് എന്തും ദൈവം തരുമെന്ന് എനിക്ക് അറിയാം, അല്ലേ എന്നല്ലേ പറയണ. അപ്പോൾ ഉടനെ അവളോട് ഈശോ എന്നെ സംസാരിക്കും. ഞാൻ ചോദിക്കണേ എന്താ ദൈവത്തോട്? നിൻ്റെ സഹോദരനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാണെന്ന്. അങ്ങനെ മാർത്ത പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? അങ്ങ് ദൈവത്തോട് ചോദിക്കണത് എന്തും ദൈവം തരുമെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഈശോയാണ് അത് വിഭജിച്ച് പറയണത്. എന്താണ്? ഞാൻ ദൈവത്തോട് ചോദിക്കണത് എന്താ? നിൻ്റെ സഹോദരനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ തന്നെയാണ്. നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയും. അപ്പോൾ ഉടനെ മാർത്ത പറയും, എനിക്കറിയാം അന്തിമ നാളിൽ 11:24 യോഹന്നാന്റെ സുവിശേഷം. അന്തിമ നാളിൽ എന്ന് പറഞ്ഞ് പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അപ്പം മാർത്ത ഈശോയുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ഞാൻ പുനരുത്ഥാനവും 11:25 ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. നീ അത് വിശ്വസിക്കുന്നുവോ? അപ്പോൾ മാർത്ത പറയും, യോഹന്നാൻ 11:27 മാർത്ത എന്നാ പറയണത്? ഉപകർത്താവേ, അങ്ങ് ലോകത്തിലേക്ക് വരാനിരുന്ന ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ എവിടുന്ന് കിട്ടിയത്? ഇതൊക്കെ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറിയത്തോട് സംസാരിക്കുന്നില്ലായിരുന്ന ആള്. അതെല്ലാം കേട്ട് പഠിച്ചതാ. അതാണ് മാർത്ത. ആൾ അടുക്കളയിൽ ഭയങ്കര തിരക്കായിരുന്നല്ലോ, അല്ലേ? അപ്പോൾ മറിയത്തോട് ഈശോ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ചെവി അടുക്കളയിലും കൊടുത്ത് ഒരു ചെവി വചനത്തിലും കൊടുത്ത് പഠിച്ചെടുത്തതാ. മാർത്ത ഒരു ഭയങ്കര മോഡലാ. 2 ചെവിയും വചനത്തിന് കൊടുത്തില്ല. ചില ആൾക്കാർ അങ്ങനെയാണ്. ജീവിതത്തെ നിഷേധിച്ചിട്ട് മൊത്തം ചെവിയും വചനത്തിന് കൊടുത്തിട്ട് വചനവും വായിച്ചുകൊണ്ടിരിക്കും, ഉത്തരവാദിത്വം ഒന്നും ചെയ്യത്തുമില്ല. ചില ആൾക്കാർ അങ്ങനെ 2 ചെവിയിൽ ജീവിതത്തിന് കൊടുത്തിട്ട് ദൈവത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കും. ഇതാണ് 2 തരം മനുഷ്യൻ നമ്മൾ കാണുന്നത്. മാർത്ത നമ്മളെന്താ പറയണത്? നീ നിൻ്റെ കർത്തവ്യത്തെ മുഴുകുമ്പോഴും ഒരു ചെവി അതിനും ഒരു ചെവി കർത്താവിനും കൊടുക്കൂ, ഇല്ലേ? അതാണ് മിഡിൽ. ജീവിതത്തിൻ്റെ ഒരു പക്വതയാർന്ന ഒരു വീക്ഷണമാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ 2022 ഡിസംബർ 5 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞങ്ങൾ അതിനു മുമ്പ് എല്ലാ രീതിയിലും നല്ലൊരു ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. ഒരു കുറവുകളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒമാനിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ആകെ ഒരു വിഷമം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം മാത്രമായിരുന്നു. 1.5 വർഷം കൂടി 1.5 മാസം ലീവിന് വരും. അത് വല്ലാത്തൊരു വിഷമമായിരുന്നു. ഞാൻ പല രീതിയിലും അങ്ങോട്ട് പോകാൻ നോക്കിയിട്ടുണ്ട്, അതൊന്നും എനിക്ക് സാധിച്ചില്ല. പിന്നെ മക്കൾ, അപ്പൻ, അമ്മ, അങ്ങനെ ഓരോ സാഹചര്യം കൊണ്ട് ഞാനും ഒരു നേഴ്സാണ്. പക്ഷെ അതെല്ലാം
പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ നേഴ്സ് എന്നുള്ള ആ ഒരു സ്വപ്നമെല്ലാം മാറ്റിവെച്ച് ഞാൻ വീട്ടമ്മയായിട്ട് തന്നെ 12 വർഷമായിട്ട് വീട്ടിൽ നിൽക്കുമായിരുന്നു. 2022 ഹസ്ബൻഡ് ലീവിന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അച്ചാച്ചൻ പറഞ്ഞു, നിൻ്റെ ഈ വീട് ചേട്ടന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്, എഴുതുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഹസ്ബൻഡ് കൂടെ ഇല്ലാത്ത വിഷമമാണെങ്കിലും അങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ആൾക്ക് ജോലി ഉണ്ടെന്നുള്ളൊരു നേട്ടമായിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങളിലും ഉള്ളത്. അപ്പോൾ ലീവിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾക്ക് പിന്നെ ഒന്നുമില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായി. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വണ്ടി മാത്രം. അങ്ങനെ ഇങ്ങനെയൊരു വിഷമത്തിൻ്റെ പേരിൽ എൻ്റെ പപ്പ പറഞ്ഞു, മക്കൾ വിഷമിക്കണ്ട, നീ ലീവും കഴിഞ്ഞ് നാട്ടിൽ ഡ്യൂട്ടിക്ക് തന്നെ പൊക്കോ, മക്കളെയും അവളെയും കൂടെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാക്ക്. പപ്പയുടെ മമ്മിയുടെ അടുത്ത് അവിടെ ഞങ്ങൾ താമസിക്കുന്നു. ലീവിന് പോകുന്നതിന് മുമ്പ് ഈ വിഷമത്തിൻ്റെ ഇടയിലുള്ള യാത്രയിൽ ആൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അതുപോലെയായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്നുകൊണ്ടിരുന്നത്. ഞാനും മക്കളും തന്നെ ഉണ്ടെങ്കിൽ അച്ചാച്ചനും അമ്മച്ചിയായിട്ട് പ്രായമുള്ള അപ്പനും അമ്മയാണ്. പക്ഷേ അങ്ങനെ ഒരു യാത്രയുടെ ഇടയിൽ ഞങ്ങൾക്ക് ആ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. വണ്ടി ഒന്നും ഇല്ലാണ്ടായിപ്പോയി, മൊത്തത്തിൽ നശിച്ച്. പക്ഷെ ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. പരിശുദ്ധ അമ്മ ഞങ്ങളെ പൊതിഞ്ഞ് പിടിച്ചേക്കുമായിരുന്നു. ഒരു പോറൽ പോലും സംഭവിക്കാതെ പരിശുദ്ധ അമ്മ ഞങ്ങളെ സംരക്ഷിച്ചു. അങ്ങനെ ആ വണ്ടി നഷ്ടമായി, ഞങ്ങൾക്ക് ഒന്നുമില്ല. പിന്നെ ഹസ്ബൻഡ് ലീവും കഴിഞ്ഞ് ജോലിക്ക് പോവുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഭയങ്കരമായ വിഷമമായിരുന്നു. ഇങ്ങനെ ഇത്രയും നാൾ കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നു, വീട്ടിലൊരു കുഴപ്പമില്ലെങ്കിലും നാട്ടുകാർക്കും എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, എന്താ നിങ്ങളിങ്ങനെ വന്ന് നിൽക്കുന്നത്, ഞാൻ നേഴ്സാണെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു കസിൻ ചേച്ചി സിൽജ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ചേച്ചിയോട് ഉടമ്പടി എടുത്തതാണ്, നീ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഉടമ്പടി എടുക്കുക, അമ്മ ഒരു വഴി കാട്ടിത്തരുമെന്ന് പറഞ്ഞു. ഞാൻ 2022 ഡിസംബർ 5 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. വേറെ നിയോഗങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒന്നാമത്തെ ഉടമ്പടിയിൽ ഒന്നാമത്തെ നിയോഗമായിട്ട് എഴുതിയത് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി 3 ആഴ്ചയുള്ളിൽ വർഷം തീരാനായിട്ട് എനിക്ക് 2023 എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചെല്ലണം, എനിക്കും മക്കൾക്കും ഒരുമിച്ച്, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം. എന്നും ഞങ്ങൾ അതിനു മുമ്പ് എല്ലാ രീതിയിലും പ്രാർത്ഥനയും ജീവിതവും എന്നും കൂടും ജപമാല ചെല്ലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ മാതാവിനോട് ഉടമ്പടിയിൽ ഞാൻ എഴുതിയ 3 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല, മക്കൾക്ക് പാസ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെ പോകാനുള്ള ഒരു പ്ലാനുമില്ല. പക്ഷെ ഞാൻ എഴുതിയത് എനിക്ക് ഹസ്ബൻഡ് എടുത്ത് ചെല്ലണം, ഡിസംബർ 31 ഈ വർഷം തീരുമ്പോൾ എനിക്ക് മാതാവ് എത്തിക്കണം. ആ 12 വർഷമായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന ആ 3 ആഴ്ചക്കുള്ളിൽ പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നു. ടൈം ഷോർട്ടിങ്ങിലൂടെ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാ A to Z ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, അതിന് എന്തെങ്കിലും ഒരു തെളിവ് തരണമെന്ന് പറഞ്ഞു. പക്ഷേ രാവിലെ ഞാൻ എന്നും കൊന്ത ചൊല്ലിക്കൊണ്ടാണ് കിടക്കാറ്. കൊന്ത ചൊല്ലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൊന്തയൊക്കെ നിലത്ത് കിടക്കും, അല്ലെങ്കിൽ ബെഡിൽ കിടക്കും, കയ്യിൽ നിന്ന് അഴിഞ്ഞു പോകാറുണ്ട്. പക്ഷെ അന്ന് ഡിസംബർ 6 ഞാൻ വെളുപ്പിന് എഴുന്നേൽക്കുമ്പോൾ 5:30 അലാറം വെച്ച് എഴുന്നേൽക്കുമ്പം എൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞ് പിടിച്ച രീതിയിലായിരുന്നു മാതാവിൻ്റെ ജപമാല എൻ്റെ കയ്യിലിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഒരാളിങ്ങനെ പറയുന്നു, അമ്മ തന്നെയാണ് പറഞ്ഞത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഇന്നു മുതൽ എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ഭയങ്കര ധൈര്യമായിരുന്നു അന്ന്. അങ്ങനെ ഞാൻ അന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് മക്കൾക്കും അങ്ങോട്ട് വരണം, ഹോസ്പിറ്റലിൽ വിസയുടെ കാര്യങ്ങളെല്ലാം ചോദിക്കുക. പക്ഷെ അതിനു മുമ്പ് ചോദിച്ചപ്പോഴൊക്കെ എല്ലാം ഓരോ തടസ്സങ്ങൾ തന്നെയായിരുന്നു, ഒന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പം എന്താ ഇങ്ങനെ പറയുന്നത്, ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചോദിക്കുക. അതെല്ലാ കാര്യങ്ങളിലും ഹസ്ബൻഡ് ചോദിച്ചു, എല്ലാം പെട്ടെന്നായിരുന്നു. കൊച്ചുങ്ങളുടെ പാസ്പോർട്ട് എടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് അമ്മയോട് ചോദിച്ച പോലെ തന്നെ ഡിസംബർ 31 2:30 ഞാൻ സമയം നോക്കി ഹസ്ബൻഡിനെ കണ്ടുമുട്ടുന്ന എയർപോർട്ടിൽ വെച്ച്, സലാല എയർപോർട്ടിൽ ഞങ്ങൾ കണ്ടുമുട്ടിയത് കറക്റ്റ് ഡിസംബർ 31 2:30 പരിശുദ്ധ അമ്മ ഞങ്ങളെ അവിടെ എത്തിച്ചു. അതാണ് ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥന കൂടുതലായിട്ട് ശക്തമാക്കപ്പെട്ടു. ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോഴാണെങ്കിലും അവിടെ എൻ്റെ ഉടമ്പടി രീതിയിൽ തന്നെയായിരുന്നു ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചെന്ന് ചെറുതായിട്ട് കഴിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സമയം മുതൽ കഴിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്ന് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളും പള്ളിയിൽ പോകും കാര്യങ്ങളും ഒത്തിരി ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം ആദ്യമായിട്ടാണ് 12 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് മക്കളുമായിട്ട് ഒരുമിച്ചുള്ള ജീവിതം ഞങ്ങളുടെ ജീവിതം അന്നാണ് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട്
ഒരു പാർട്ടിയുടെ സമയത്ത് കൂട്ടുകാരനായിട്ട് ചെറുതായിട്ടൊന്ന് കഴിക്കാൻ സമ്മതം അല്ലെങ്കിലും കൂട്ടുകാരായിട്ട് കഴിച്ചു വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, നീയല്ലേ ഉടമ്പടി എടുത്തത്, ഞാൻ ചെറുതായിട്ട് കഴിച്ചാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിലായിരുന്നു അന്ന് കഴിച്ചത്. പക്ഷേ കഴിച്ചു കഴിഞ്ഞ് 2 ദിവസത്തേക്ക് തലവേദനയായിരുന്നു. തലവേദന വിട്ടുമാറാൻ പാടില്ലാത്ത തലവേദന വന്നു. മരുന്ന് കഴിച്ചു, ഒരു രക്ഷയില്ല. ആൾ തന്നെ പോയി, പ്രാർത്ഥനയുണ്ടെങ്കിൽ ആൾ തന്നെ പോയി മാതാവിൻ്റെ തൈലം എടുത്ത് കുരിശ് വരച്ചു. ഒരു പ്രായം മുതൽ തുടങ്ങിയ ഒരു മദ്യപാനായിരുന്നു. എപ്പോഴും മദ്യപിക്കില്ലെങ്കിലും ചെറുതായിട്ട് കഴിക്കുന്ന ആളാണെങ്കിലും അന്ന് മാതാവിൻ്റെ അടുത്ത് പ്രതിജ്ഞ ചെയ്തു ഇനി ഞാൻ കഴിക്കത്തില്ല എന്നുള്ളത്. അന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്, പിന്നെ ഇതുവരെയും കഴിച്ചിട്ടില്ല. അതാണ് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്കിടയ്ക്ക് പാർട്ടിക്ക് കഴിക്കുന്ന പോലെ എനിക്കിഷ്ടമല്ലായിരുന്നു. അത് പരിശുദ്ധ അമ്മ അത് ആൾ തന്നെ തീരുമാനം എടുത്ത് അത് നിർത്തി തന്നു. അത് 2ാമത്തെ അനുഭവം. പിന്നെ അവിടെ വെച്ച് എനിക്കൊരു ഒടുവിലുള്ള കുരു ഉണ്ടായി. അത് ചൂടുകുരു എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ നിന്നു. അത് പൊയ്ക്കോളും എന്നോർത്തു. പക്ഷേ അത് വലുതായിട്ട് നീര് വെച്ച് വീർത്തത്. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് കീറണം എന്നുള്ള രീതിയിലായി. പക്ഷെ ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്ന് ഞാൻ പറഞ്ഞു, അമ്മ ഞാനൊരു കൊന്ത ചെല്ലാൻ പോയി. കൊന്ത ചെല്ലി തീരുമ്പോഴത്തേക്കും അമ്മ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, അമ്മ ഇത് എന്നാന്ന് വെച്ചാൽ ചെയ്തു തരണമെന്ന് പറഞ്ഞ് ഞാൻ കൈ വിരിച്ച് വെച്ച് മാതാവിൻ്റെ അടുത്ത് കൈ വിരിച്ച് വെച്ച് ഒരു കൊന്ത ചെല്ല് തീർന്നു. ലുത്തിനെ ചെല്ല് ലാസ്റ്റ് നിമിഷം അത് പൊട്ടി ഒഴുകി അവിടെ ഫുള്ള് ബ്ലഡും പസ്സെല്ലാം കൂടി അങ്ങ് ഫുള്ളായിട്ട് നിറഞ്ഞ് പരിശുദ്ധ അമ്മ അങ്ങനെ ഒരു രോഗസൗഖ്യം അന്നേരം എനിക്ക് സാധിച്ചു തന്നു. പിന്നെ രോഗസൗഖ്യം എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും കാലിന് തള്ളവിരലിന് 2 വിരലിന് നഖമില്ലായിരുന്നു. ഞാൻ നെയിൽ പോളിഷിന് ജസ്റ്റ് തൊലിപ്പുറമേ മാത്രമായിരുന്നു, അണക്കേടായിരുന്നു. ഹസ്ബൻഡാണെങ്കിലും ഷൂ ഇട്ടായിരുന്നു പുറത്തോട്ട് നടക്കണം. നഖമില്ല ഞങ്ങൾക്ക്. നഖം ഇങ്ങനെ ദ്രവിച്ചു പോകും. ആളുടെയെന്ന് വെച്ചാൽ ഫംഗസ് എന്ന് വെച്ചാൽ ഡോക്ടറെ കാണാത്ത എല്ലാ ഡോക്ടർമാരും പല ഡോക്ടേഴ്സിനും കണ്ടിട്ടുണ്ട്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ചെയ്യും, പിന്നെ നഖം പോവും. നഖം പോകുമെന്ന് വെച്ചാൽ ആളുടെ പസ് വരുമായിരുന്നു. ഒരു കൊമ്പള പോലെ ഇങ്ങ് വീർത്ത്, നേഴ്സായതുകൊണ്ട് ഷൂവും സോക്സൊക്കെ ഇട്ട് നടക്കുമ്പോൾ കൊമ്പള പോലെ ഇങ്ങ് വീർത്ത് വരും. വീർത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. അതിങ്ങനെ കുത്തിപ്പൊട്ടിച്ച് കളയണം. അത് ദശയെല്ലാം മാറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയൊരു ഹോളാണ് ഉള്ളിലേക്ക് നമുക്ക് കാണാം, വലിയൊരു ഹോള്. അപ്പം ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ തൈലവും ഉപ്പും ഉണ്ടല്ലോ. ഒരു 16 വർഷത്തിൽ മേളിലായി നഖമില്ലാത്ത അവസ്ഥയായിരുന്നിട്ട്. എന്നിട്ട് ഈ പഴുപ്പ് കുത്തി പഠിച്ച് കഴിഞ്ഞിട്ട് ഈ തൈലം ഉപ്പും കൂടി ഞാൻ വെച്ച് കെട്ടി കൊടുക്കുമായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴും വെച്ച് കെട്ടി കൊടുക്കുമായിരുന്നു. ഒരു 3 ആഴ്ച വെച്ച് ഞാൻ ഇങ്ങനെ കെട്ടി കൊടുത്തു. അത് പതിയെ മാറാൻ തുടങ്ങിയത് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഉറപ്പായിരുന്നു അത് മാറി കിട്ടുമെന്നുള്ളത്. സഹിക്കാൻ പറ്റാത്ത വേദനയും വരാറുണ്ടായിരുന്നു, ഡ്യൂട്ടി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ അമ്മ അത് ഒരു 2 മാസത്തിനുള്ളിൽ പരിശുദ്ധ അമ്മ അത് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി കൊടുത്തു. ഇപ്പം നല്ല നഖം വന്ന് ഇപ്പം ഒരു കുഴപ്പമില്ല. നഖത്തിന് സെയിം തന്നെയാണ് എൻ്റെ കാലിൻ്റെ നഖവും. മാതാവ് അത് നല്ല നഖമാക്കി തന്നു. എൻ്റെ നഖം ഇങ്ങനെ കീറി പോകുമായിരുന്നു, നല്ല നഖം ഇല്ലായിരുന്നു എനിക്ക്. 2ാമത്തെ രോഗസൗഖ്യം എന്ന് പറയാനായിട്ട് എനിക്ക് 16 വർഷമായിട്ട് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റ് പെടല് വെട്ടും, മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. പക്ഷേ എനിക്ക് എൻ്റെ മൂത്ത കൊച്ച് ചെറുതായിരുന്ന സമയത്ത് എനിക്കൊന്ന് എടുക്കാൻ പോലും, ഒരു 2-3 വയസ്സുള്ളപ്പോൾ എടുക്കുന്ന ടൈം പോലും എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. വേദന കാരണം സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. MRI എടുത്തു. ഡോക്ടർ പറഞ്ഞത് വേറൊന്നുമല്ല, പെയിൻ വരുമ്പം പെയിൻ കില്ലർ കഴിക്കുക, വേറെ ഇതിനൊന്നും ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഡിസ്ക് ആകുന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞരമ്പ് ഉള്ളിലേക്ക് കയറിയിട്ട് അതിങ്ങനെ വലിഞ്ഞ് മുറുകുന്നൊരവസ്ഥയാണ്. നിൽപ്പിൽ നിൽക്കുക തന്നെ ചെയ്യണം, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റിയല്ല. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. വേദന ഒരു 5 ദിവസം നിൽക്കും, പിന്നെ മാസത്തിൽ ആഴ്ചയിൽ എനിക്ക് പെടലി വെട്ടും. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. മരുന്ന് കഴിക്കും, പെയിൻ കില്ലർ കഴിക്കും, പക്ഷേ എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അത് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് ഞാൻ തൈലം വെച്ച് കുരിശ് വരച്ചു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം തൈലം, അത് 16 വർഷത്തോളമായിട്ട് ഉള്ളതായിരുന്നു. തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത് എപ്പോഴാണെന്ന് അറിയത്തില്ല, പക്ഷെ 2023 ജൂൺ മാസം, നല്ല തണുപ്പുള്ള സമയം തന്നെ. ഞാൻ 8 വർഷമായിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന ആളാണ്. കാരണം നീർക്കെട്ട് കയറിയ ഞരമ്പടയിലൂടെ കയറിയാൽ എനിക്ക് പെടലി വെട്ടും. അതൊരു പേടിയാണ് എനിക്ക്. പെടലി വെട്ടേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ 8 വർഷമായിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുന്നു. എവിടെയെങ്കിലും പോകാൻ പോലും പറ്റത്തില്ല, ചൂടുവെള്ളം ആവശ്യമാണല്ലോ, തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ കുരിശ് വരച്ച് ജൂൺ മാസം 2023 ജൂൺ മാസം എന്നോട് ഇങ്ങനെ പറയുകയാണ്, നീ തണുത്ത വെള്ളത്തിൽ കുളിച്ചോ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അത് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കുകയാണ്. ഞാൻ ധൈര്യമായിട്ട് തന്നെ ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിച്ചു.
പക്ഷെ അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്കൊരു വേദനയോ ഒരു ഫീൽ എനിക്കിപ്പോൾ ഈ കുഞ്ഞിനെ എനിക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും. അതുപോലെ എനിക്ക് കനമെടുക്കാനോ ഒന്നിനും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പരിസ്ഥിതി അമ്മ അത്. പക്ഷെ എൻ്റെ ഡിസ്ക് ആകുന്ന തന്നെ ഇരിക്കണേ, പക്ഷെ ഞരമ്പിന് ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഹസ്ബൻഡും സെയിം സിറ്റുവേഷനാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം സിറ്റുവേഷനാണ്. ഫംഗസിൻ്റെ കാര്യത്തിലാണ്, ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റും. ഹസ്ബൻഡും പെയിനെല്ലാം മാറ്റി എന്നും തൈലം എടുത്ത് കുരിശ് വരയ്ക്കും. തൈലം മാത്രമാണ്, വേറെ മരുന്നുകളൊന്നുമല്ല. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ 2 രോഗസൗഖ്യങ്ങൾ രണ്ടുപേർക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ക്യാഷായിട്ടാണെങ്കിലും ഞങ്ങളുടെ അവിടെ ഒരു അമ്മ വീടെന്ന് പറഞ്ഞ വൃദ്ധഭവനമുണ്ട്. അവിടെ ഞങ്ങൾ പോകും. അവിടെ പോയി രോഗികളെ, അവിടെ വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, അവരെ പോയി അവർക്ക് ശുശ്രൂഷ ചെയ്ത് കൊടുക്കാറുണ്ട്. ഭക്ഷണം കൊടുക്കും. ഞങ്ങൾ ഒരുമിച്ച് പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മക്കളും അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളവിടെ ചിലവഴിച്ചിട്ടുണ്ട് ഇടയ്ക്ക് വരുമ്പം. പിന്നെ പ്രധാനമായിട്ട് ഞാൻ ഈ ജോലിയില്ലാതെ വീട്ടമ്മയായിട്ട് നിന്ന സമയത്ത്, ഞാൻ ഒമാനിലായിരുന്ന സമയത്ത് മെയ് 1, 2023 മെയ് 1 ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാനൊരു നേഴ്സല്ല അമ്മേ, ഞാനിപ്പം എന്തായാലും ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നു, എനിക്കും എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ നല്ലതായിരുന്നു എന്നും പറഞ്ഞ് ഞാൻ മാതാവിന് വെറുതെ ഒരു ലെറ്റർ എഴുതി. മെയ് 1 ലെറ്റർ എഴുതി വേറൊന്നുമല്ല, അമ്മേ എനിക്കൊരു ജോലി അമ്മ കണ്ടുപിടിച്ച് തരണേ, മെയ് 31 അമ്മ ഇതിനൊരു തീരുമാനം തരണേ എന്ന് പറഞ്ഞു ലെറ്റർ എഴുതി. കറക്റ്റ് മെയ് 31 എനിക്ക് യൂറോപ്പിൽ നിന്നൊരു ഇൻ്റർവ്യൂ, എൻ്റെ ഫ്രണ്ട്സ് വഴി അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ പോയതാണ്. യൂറോപ്പിൽ നിന്നൊരു ഇൻ്റർവ്യൂ വരികയും അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളുമായിട്ട് പോയിട്ട് പരിശുദ്ധ അമ്മ എന്നെ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ആഗ്രഹം ഈ 13 വർഷമായിട്ട് പരിശുദ്ധ അമ്മയോട് ചോദിച്ചത്. ഹസ്ബൻഡ് ഞാനിപ്പോൾ ഒരുമിച്ച് യൂറോപ്പിൽ വർക്ക് ചെയ്യുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. അതായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് അന്ന് പറഞ്ഞത്. ഇപ്പം ഒന്നിനെയും കുറിച്ച് വിഷമിക്കാറില്ല. കാരണം അന്ന് അച്ചാച്ചൻ പറഞ്ഞത് എന്തിനാണെന്നുള്ളത് അമ്മയ്ക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയായിരുന്നു അച്ചാച്ചൻ അന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇപ്പോഴും സ്നേഹത്തിലാണ്, ഒരു കുഴപ്പമില്ല, ഒത്തിരി സ്നേഹത്തിൽ തന്നെ പോകുന്നു എല്ലാവരുമായിട്ട്. പരിശുദ്ധ അമ്മയും ഈശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ എല്ലാം ചെയ്യാറുണ്ട്. ഇന്നതെന്ന് എണ്ണി പറയാനൊന്നുമില്ല. എല്ലാ രീതിയിലും ക്യാഷിൻ്റെ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവരെ വസ്ത്രം കൊടുക്കുന്നതും, ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി ഇങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലും എല്ലായിടത്തും, തൃശ്ശൂരാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ ഒരുമിച്ചാണ്. എൻ്റെ കൂടെ എല്ലാത്തിനും എൻ്റെ ഹസ്ബൻഡ് കൂടെയുണ്ട്. ഒരുമിച്ചാണ്. അത് വലിയൊരു ധൈര്യമാണ്. ഞങ്ങൾ ഒരുമിച്ച് എല്ലാ രീതിയിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുന്ന കാര്യത്തിലും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ക്ലെമൻറ്റ്. ഞാനും ഉടമ്പടി എടുത്തായിരുന്നു. 2024 മാർച്ചിൽ ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു. ഇപ്പോൾ ഉടമ്പടി ചെയ്തുകൊണ്ട് നയിക്കുന്നത്. ഞാൻ എൻ്റെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഇപ്പം വൈഫ് പറഞ്ഞല്ലോ, എൻ്റെ ഇപ്പം ഒരു രോഗശാന്തി ലഭിച്ചത് ആ നഖത്തിൻ്റെ കേസ് മാത്രമായിരുന്നു. അതും ഞാൻ പറഞ്ഞ മാതാവേ, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്ക് മാറ്റി തന്നാൽ മതി. ഇനി ഞാൻ അതിനായിട്ടൊരു മരുന്നും ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യില്ല, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മാറ്റി തന്നാൽ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ അത് സുഖപ്പെടുത്തി അമ്മ എന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് മാത്രമല്ല, എനിക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളെക്കാളും കൂടുതൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ആത്മീയമായിട്ട് ഈശോയോട് കൂടുതലായി ചേർന്ന് ജീവിക്കാനും വിശുദ്ധ കുർബാന ഇപ്പോൾ യൂറോപ്പിലോട്ട് പോകുമ്പോഴാണെങ്കിലും എന്നും പള്ളിയിൽ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. മാതാവ് ഈശോയെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. എല്ലാ ദിവസവും എനിക്കതനുസരിച്ച് ഡ്യൂട്ടി അറേഞ്ച് ചെയ്ത് തന്നു. വൈകുന്നേരം 5:30 ആകുമ്പോൾ ഡ്യൂട്ടി കഴിയും. 7:30 കുർബാന. എനിക്ക് വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് മാറി കാപ്പി കുടിച്ച് പോകാനുള്ള സമയം മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട്. മലയാളം കുർബാന തന്നെയാണ്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് ഞാനൊന്നും മാതാവിനോട് പ്രാർത്ഥിക്കാറില്ല. എനിക്ക് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷിയായി, സുവിശേഷത്തിൻ്റെ സാക്ഷികളായി, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി എൻ്റെ കുടുംബത്തെ ഉയർത്തണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. എൻ്റെ ഉടമ്പടിയിലെ എൻ്റെ നിയോഗമായിട്ടും ഞാൻ ആദ്യമേ അത് ഞാൻ പുതുക്കലുണ്ടായിരുന്നു. എൻ്റെ പുതുക്കലിനും ഞാൻ നിയോഗം ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങൾ എന്തെല്ലാം എനിക്ക് വേണമെന്നുള്ള കാര്യം എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും എനിക്കറിയാം. എനിക്കെല്ലാം ഒരു മുട്ടമില്ലാണ്ട് എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ചെയ്തു തരുന്നുണ്ട്. എനിക്ക് ആത്മീയമായിട്ട് ഇനിയും സുവിശേഷത്തിൽ, ദൈവസ്നേഹത്തിൽ, ഉടമ്പടിയിൽ തന്നെ ഏറ്റവും സ്നേഹത്തോടും വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി ജീവിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ.